ഹലോ. നമ്മുടെ ലാലേട്ടൻ തൻ്റെ പേഴ്സണാലിറ്റി റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹർജിക്കകത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിന്ന് അതിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ? താരം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ താരത്തിൻ്റെ ഫോട്ടോസും വോയിസും യൂസ് ചെയ്തുകൊണ്ട് ഡീപ് ഫേക്സ്, പിന്നെ വോയിസ് ക്ലോണിങ്, അതുപോലെ തന്നെ ഫേക്ക് മെർച്ചൻഡൈസ്, അതായത് വ്യാജമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള എവിഡൻസോ, അതായത് തെളിവുകളോ ലിങ്കുകളോ സമർപ്പിക്കാനായിട്ട് താരത്തിന് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഹർജി താൽക്കാലികമായി അവിടെ പിൻവലിച്ചിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ തെളിവുകളോടും കൂടി, അതായത് ലിങ്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസും എല്ലാം കൂടിയിട്ട് താരത്തിന് വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ഒരു റൈറ്റും കൂടെ അവിടെ വരുന്നുണ്ട്. സംഭവം ഈ ഒരു കേസ് മാർച്ച് 27, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച വീണ്ടും കോടതി പരിഗണിക്കുന്നതാണ്. സംഭവം ഈ ഒരു സെലിബ്രിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഒരുപാട് സാധാരണക്കാരും ഈ ഒരു ഡിജിറ്റൽ വേൾഡിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വിധി, ഈ ഒരു കേസിൻ്റെ വിധി അവർക്കും കൂടെ ഫേവർ ആകുമെന്ന് നമുക്ക് എന്തായാലും വിശ്വസിക്കാം. അപ്പോൾ എനിവേ, കൂൾ ഗുരു, ശുക്രിയ.